ഹലോ. അപ്പോൾ ഇനി ബിഗ് ബോസ് കഴിയാനായിട്ട് ഒരുപാട് ദിവസമൊന്നുമില്ല, വെറും രണ്ട് ദിവസം കൂടെ ഉള്ളൂ ഫിനാലെ ആവാനായിട്ട്. അപ്പോൾ ഈ ഫിനാലയുടെ സമയത്ത് ആരാണ് ടോപ്പ് 5 വരുന്നതെന്ന് നമുക്കൊന്ന് പ്രഡിക്റ്റ് ചെയ്ത് നോക്കിയാലോ. ഞാൻ എൻ്റെതായ രീതിയിലുള്ള ഒരു പ്രഡിക്ഷൻ പറയാം. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ്, ഷാനവാസ്, പിന്നെ അക്ബർ, അനുമോള്, പിന്നെ നെവിൻ, നൂറ, ഇവർ രണ്ടുപേരാണ് ബാക്കി രണ്ടുപേരായിട്ടിരിക്കുന്നതിൽ. അതിൽ മിക്കവാറും എനിക്ക് തോന്നുന്നു നെവിൻ വരാനാണ് ചാൻസ് ടോപ്പ് 5. നൂറ് മിക്കവാറും ഔട്ടാവും എന്നാണ് തോന്നുന്നത്, 6th ലെവലിൽ നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ എനിക്ക് ആരാ ബിഗ് ബോസ് ഫിനാലയിൽ, അതായത് ബിഗ് ബോസ് വിന്നർ ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു അനീഷ് കുറച്ചും കൂടെ എന്താ പറയുക, ബിഗ് ബോസ് വിന്നറായി കാണണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അനീഷിനോട് അങ്ങനെ പ്രത്യേക ഒരു എന്താ പറയുന്നത്, അങ്ങനെ എനിക്ക് അനീഷിനെ വലിയ ഇഷ്ടമാണ് എന്നുള്ള രീതിയിലല്ല, അങ്ങനെ വെച്ചല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ടോട്ടലായിട്ടുള്ള നമ്മളെ ബിഗ് ബോസ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ഒരു ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ആണെങ്കിലും അനീഷ് ജെനുവിൻ പേഴ്സൺ ആയിട്ട് തന്നെയാണ് നിന്നിരിക്കുന്നത്. അപ്പം അനീഷിൻ്റെ സ്ട്രാറ്റജി ആവാം, മറ്റേതാവും എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അനീഷ് സംസാരിക്കും, ശരിയാണ്, ചില സമയത്ത് അനീഷ് സംസാരിക്കുന്നത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഷാനവാസ് ഒന്ന് വയ്യാതിരുന്ന സമയത്ത് പോലും, ആ സമയത്ത് അന്നേരമാണ് നമ്മൾ ശരിക്കും പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്ക് വയ്യാതിരിക്കുമ്പോഴാണെങ്കിലും അവിടെ എല്ലാവരും അവിടെ ഷാനവാസിന് വയ്യായികയൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിക്കൊണ്ടിരിക്കുക. അപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാതെ അനീഷാണ് അവിടെ ഇരുന്നിട്ട് ഷാനവാസ് ഹാർട്ടിന്റെ പ്രശ്നമാണ്, ഹെൽത്തിന്റെ ഇഷ്യൂ ആണ്, നമുക്ക് പോവാം, എനിക്ക് ഡോക്ടറിനെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിനെ എൻകറേജ് ചെയ്ത് അവിടെ നിന്ന് ഇനിയിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ഒരു എഫേർട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അനീഷ് മാത്രമായിരുന്നു. അപ്പം അത് വെച്ച് എനിക്ക് അത് കണ്ടപ്പോഴത്തേക്കും ഒരു ജെന്യൂൻ ആണ്, മീൻസ് ആള് ശരിക്കും ഈ ഷാനവാസിനോടുള്ളതാണെങ്കിലും ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ഒരു സ്നേഹം ആത്മാർത്ഥമായിട്ടാണ് ആള് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ മറിച്ച് ഷാനവാസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ആത്മാർത്ഥ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷെ അനീഷിൻ്റെത് അങ്ങനെ ഒരു രീതിയിലല്ല. അപ്പം അതുകൊണ്ട് അനീഷ് വിന്നറായി കണ്ടാൽ കൊള്ളാം എന്നെനിക്കുണ്ട്. അതേപോലെ തന്നെ അനുമോള് PR കൊണ്ടാണ് കയറി നിൽക്കുന്നതെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അനുമോൾ ഇത്ര ലക്ഷം രൂപ കൊടുത്ത് PR. അപ്പം അനുമോള് വിന്നറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എല്ലാ കൊല്ലവും ഇനി ബിഗ് ബോസിലോട്ട് വരുന്നവരെല്ലാം ഇതേപോലെ ഒരുപാട് ലക്ഷങ്ങൾ കൊടുത്ത് PR കൊടുത്ത് കയറി ബിഗ് ബോസ് വിജയിക്കാനായിട്ടേ നോക്കുള്ളൂ. ഇപ്പം പറഞ്ഞു കേൾക്കുന്നുണ്ട്, ലാസ്റ്റ് സീസണിലാണെങ്കിലും നമ്മുടെ ജിൻഡോ ആണെന്നുണ്ടെങ്കിലും വിന്നറായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ PR ബലത്തിലാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ PR ബലത്തിലാണ് ജിൻഡോ വിന്നറായെങ്കിൽ ഇപ്പം വീണ്ടും അടുത്ത സീസണിൽ അനുമോള് വിന്നറായി കഴിഞ്ഞ് തുടർന്ന് അങ്ങോട്ടുള്ള സീസണുകളെല്ലാം ഇതേപോലെ ബാക്കിയുള്ളവരവിടെ ഗെയിം കളിക്കാൻ വന്നവരൊക്കെ ആരും മണ്ടന്മാരാവില്ലേ PR. എന്നാൽ പിന്നെ കാശുള്ളവർക്കൊക്കെ ഇതേപോലെ ബിഗ് ബോസ് വിന്നറായിക്കൊണ്ട് പോയ കാര്യം കഴിഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെതായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.